ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ എന്താണ് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഗാൽവനോമീറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ സ്മോൾ കറന്റ് ആൻഡ് ടു ഡിറ്റക്ട് ദ ഡയറക്ഷൻ ഓഫ് കറന്റ്. ചെറിയ കറണ്ട് ഡിറ്റക്ട് ചെയ്യാനും അതിൻ്റെ ഡയറക്ഷൻസ് മനസ്സിലാക്കാനും അതേപോലെ തന്നെ ചെറിയ കറണ്ട് മെഷർ ചെയ്യാനും വേണ്ടിയുള്ള ഒരു ഡിവൈസാണ് ഗാൽവനോമീറ്റർ. കറണ്ട് മെഷർ ചെയ്യുന്ന മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ് അമീറ്റർ. അതിൽ വലിയ കറണ്ട്സ് നമുക്ക് മെഷർ ചെയ്യാനൊക്കും. സ്മോൾ കറണ്ട്സ് മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഗാൽവനോമീറ്റർ. നമുക്കിവിടെ പഠിക്കാനുള്ളത് നോർമൽ ഗാൽവനോമീറ്റർ അല്ല, മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച തിയറിയുടെ ബേസിസിലാണ് ഈ ഗാൽവനോമീറ്റർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. The principle of moving coil galvanometer. The principle of moving coil galvanometer is that when a current carrying conductor is placed in a uniform magnetic field, it deflects, and the deflection is proportional to current flowing through it. What is the basic principle of a moving coil galvanometer? When a current carrying conductor is placed in a uniform magnetic field. നമ്മൾ നേരത്തെ പഠിച്ച തിയറി അനുസരിച്ച് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറന്റ് ക്യാരിയിങ് ലൂപ്പ് വെക്കുകയാണെങ്കിൽ അതിലൊരു ടോർക്ക് ആക്ട് എന്ന് പറഞ്ഞു. ഈ ടോർക്ക് മൂലം അത് റൊട്ടേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. ആ ടോർക്കിന്റെ ഇക്വേഷൻസ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ what is the principle of a moving coil galvanometer? The principle of a moving coil galvanometer is that when a current carrying conductor is placed in a uniform magnetic field, it deflects, and the deflection is proportional to the current flowing through this conductor. Okay, നമുക്ക് അതിന്റെ കൺസ്ട്രക്ഷൻ നോക്കാം. Moving coil galvanometer consists of a rectangular coil having large number of turns. It is free to rotate about a fixed axis between two magnets. It consists of a rectangular coil. ഇവിടുത്തെ റെക്ടാങ്കുലർ കോയിൽ ഇതാണ് റെക്ടാങ്കുലർ കോയിൽ. ഓക്കെ, ഇപ്പൊ ഈ പിക്ചറിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകത്തില്ല. ഞാനത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കാണിച്ചു തരാം. ഇതാണ് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുണ്ടാവും. കണ്ടോ, റെക്ടാങ്കുലർ കോയിൽ. ഇതാണ് റെക്ടാങ്കുലർ കോയിൽ. അപ്പം ഈ പിക്ചറിൽ അത് ഈ പോർഷൻസ് ആണ് കാണുന്നത്. അതായത് ഈ ഫ്രണ്ട് പോർഷൻസ് മാത്രമാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. The moving coil galvanometer consists of a rectangular coil having large number of turns. നോക്കിക്കേ, ധാരാളം ടേണുകൾ ഉണ്ടല്ലോ, കണ്ടില്ലേ? ഈ പിക്ചറിൽ നോക്കി അറിയാം, ധാരാളം ടേണുകൾ ഉണ്ട്. It is free to rotate about a fixed axis between two magnets. അതിന് രണ്ട് മാഗ്നറ്റിന്റെ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിന്റെ പോൾ പീസുകൾക്കിടയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതാണ് നോർത്ത് പോൾ, ഇതാണ് സൗത്ത് പോൾ. അതിന്റെ പോൾ പീസുകൾക്കിടയിലാണ് ഈ മാഗ്നറ്റ്, ഈ കോയിൽ, റെക്ടാങ്കുലർ കോയിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിന് റൊട്ടേറ്റ് ചെയ്യാനൊക്കും, ഫ്രീ ആയിട്ട് ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാൻ ഒക്കത്തക്ക രീതിയിലാണ് അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. The magnets are concave shape which produce a uniform radial magnetic field. അതിന്റെ ഷേപ്പ് നോക്കിക്കേ, ഒരു കോൺകേവ് ഷേപ്പ് ആണ്. നോർത്ത് പോളും സൗത്ത് പോളും നിങ്ങൾക്ക് നോക്കിയാൽ കോൺകേവ് ഷേപ്പ് ആണ്. അതുകൊണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഈ കോയിലിൽ നമുക്കൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കിട്ടത്തക്ക രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. There is a cylindrical soft iron core which not only makes the field radial but also increases the strength of the magnetic field. Inside the coil there is a soft iron core. ഇതാണ് സോഫ്റ്റ് അയൺ കോർ. ഈ പിക്ചറിൽ കുറച്ചും കൂടെ ക്ലിയർ ആണ്. ഈ കളർ, ഇതാണ് സോഫ്റ്റ് അയൺ കോർ. സോഫ്റ്റ് അയൺ കോറിന്റെ യൂസ് എന്താണ്? ഇറ്റ് മേക്സ് ദ ഫീൽഡ് റേഡിയൽ. ഫീൽഡ് ഇതിന് റേഡിയൽ ആയിട്ട് ആക്ട് ചെയ്യും, കണ്ടില്ലേ? റേഡിയസിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. റേഡിയൽ ആയിട്ട് ആക്ട് ചെയ്യുകയും അതേപോലെ തന്നെ ഈ കോയിലിന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യിക്കാനും ഈ സിലിണ്ടറിക്കൽ സോഫ്റ്റ് അയൺ ഹെൽപ്പ് ചെയ്യും. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? വൺ എൻഡ് ഓഫ് ദ സിലിണ്ടറിക്കൽ സോഫ്റ്റ് അയൺ കോർ ഈസ് അറ്റാച്ച്ഡ് ടു എ സ്പ്രിംഗ്. സിലിണ്ടറിക്കൽ സോഫ്റ്റ് അയൺ കോറിന്റെ ഒരെൻഡ് ഒരു സ്പ്രിങ്ങിൽ അറ്റാച്ച് ചെയ്യും. ഒരു സ്പ്രിങ്ങിൽ അത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്.
ഇവിടെ സ്പ്രിങ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, സ്പ്രിങ്ങിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്പ്രിങ്ങിന്റെ യൂസ് എന്താണ്? വിച്ച് പ്രൊഡ്യൂസ് എ റീസ്റ്റോറിംഗ് കപ്പിൾ. ഇറ്റ് പ്രൊഡ്യൂസ് എ റീസ്റ്റോറിംഗ് കപ്പിൾ. എന്താണ് റീസ്റ്റോറിംഗ് കപ്പിൾ? ഈ കോയിലിലൂടെ കറണ്ട് ഒഴുകുകയാണ്. ഈ കോയിൽ ഇരിക്കുന്നത് എവിടെയാണ്? ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഈ കോയിൽ ഒരു ടോർക്ക് ആക്ട് ചെയ്യും. ഈ ടോർക്ക് മൂലം ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യാൻ ആരംഭിക്കും. ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ സ്പ്രിങ് എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മറ്റൊരു ടോർക്ക് ആക്ട് കൊടുക്കും. നമുക്കറിയാം, ഒരു സ്പ്രിങ്ങിനെ നമ്മൾ ഒരു സ്പ്രിങ് എടുക്കുക, സ്പ്രിങ്ങിനെ പിടിച്ച് നമ്മളൊന്ന് തിരിക്കുക, ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് പഴയ അവസ്ഥയിലേക്ക് എത്തും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുക. ഇവിടെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്നത് മൂലം അതിലൊരു ടോർക്ക് ആക്ട് ചെയ്യുകയും അത് റൊട്ടേറ്റ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്പ്രിങ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മറ്റൊരു ടോർക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് ടോർക്കും ഈക്വൽ ആകുന്ന സമയത്ത് നീഡിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ വന്നിരിക്കും. ഏതെങ്കിലും ഒരു പോയിന്റ്, ഈ നീഡിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വന്നിരിക്കും. അങ്ങനെയാണ് നമ്മൾ ആ കോയിലിലൂടെ ഒഴുകുന്ന കറണ്ടിനെ മെഷർ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. One end of the cylindrical soft iron core is attached to a spring which produces a restoring couple. This spring produces a restoring couple. At the other end, a pointer is pivoted. കണ്ടോ, പോയിന്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് പോയിന്റർ. പോയിന്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് അതിന്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ എന്തൊക്കെയാണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൽ ഉള്ളത്? A moving coil galvanometer consists of a rectangular coil having large number of turns which is free to rotate about a fixed axis between two magnets. The magnets are concave in shape which produce a uniform radial magnetic field. ഇനി അതിനുള്ളിൽ എന്തുണ്ട്? There is a cylindrical soft iron core which is not only makes the field radial but also increases the strength of the magnetic field. One end of the cylindrical soft iron core is attached to a spring which produces a restoring couple, and the other end a pointer is pivoted. Clear ആയല്ലോ? ഇനി അതിന്റെ തിയറി പാർട്ടിലോട്ട് പോവുകയാണ്. Let A be the area of the coil. Rectangular coil ആണ്, അതിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതാണ് ഏരിയ. അത് A ആയിട്ട് നമ്മൾ എടുത്തു. N be the number of turns. N be the total number of turns. When a current I ampere is flowing through the coil, a torque acts on it. In the radial magnetic field, maximum torque is experienced. Maximum torque in the equation നമ്മൾ already പഠിച്ചിട്ടുണ്ട്. Tau is equal to Abin sin theta എന്നാണ് നമ്മൾ പഠിച്ചത്. Maximum torque ആകുമ്പോഴത്തേക്ക് നമുക്ക് maximum torque Abin എന്നാണ് ABIN. ABIN, where B is the magnetic field. The torque in the equation ആണ് ABIN. ഈ ടോർക്ക് മൂലം എന്ത് സംഭവിക്കും? Because of this torque, the coil rotates. കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സ്പ്രിങ് എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ടോർക്ക് കൊടുക്കും. ഓക്കെ, ബിക്കോസ് ഓഫ് ദിസ് കോയിൽ റൊട്ടേറ്റ്സ്, then a restoring torque is developed in the spring. Restoring torqueന്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ടോ റീസ്റ്റോർ എന്നാണ് കേട്ടോ. ടോ റീസ്റ്റോർ ഈസ് ഈക്വൽ ടു സി തീറ്റ. സി തീറ്റ ഈ ഇക്വേഷൻ കാണാൻ പഠിച്ചാൽ മതി. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു സി തീറ്റ. ഇവിടെ സിയും തീറ്റയും എന്താണെന്നുള്ളത് നോക്കണം. വാട്ട് ഈസ് തീറ്റ? തീറ്റ ഈസ് ദ ആംഗിൾ ത്രൂ വിച്ച് ദ കോയിൽ ഡിഫ്ലക്റ്റഡ് ടിൽ ഇറ്റ് റീച്ച് ദ ഇക്വിലിബ്രിയം പൊസിഷൻ. എന്തുമാത്രം ആംഗിൾ? ഇനിഷ്യലി കോയിൽ ഇങ്ങനെയാണ് ഇരുന്നത്. കോയിൽ ഇത്രയും ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു. ഇക്വിലിബ്രിയത്തിൽ എത്താൻ വേണ്ടി അത് എന്തുമാത്രം റൊട്ടേറ്റ് ചെയ്തു, ആ ആംഗിളിനെയാണ് നമ്മൾ തീറ്റ ആയിട്ട് എടുക്കുന്നത്. എന്താണ് സി? സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്. കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്. കപ്പിൾ എന്ന് പറഞ്ഞാൽ അറിയാം, ഫോഴ്സ് ആണ്.
പാരലൽ ഫോഴ്സ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം മാഗ്നറ്റോഡിൽ ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കപ്പിൾ എന്ന് പറയുന്നത്. അപ്പം സി എന്ന് പറയുന്നത് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്. ഒന്ന് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തുമാത്രം കപ്പിൾ അല്ലെങ്കിൽ ഫോഴ്സ് കൊടുക്കണം, അതിനെയാണ് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ആംഗിൾ മെഷർ ചെയ്യുന്നത് റേഡിയനിലാണ്, ആംഗിൾ ഡിഗ്രിയിലല്ല. ആംഗിളുടെ SI യൂണിറ്റ് റേഡിയൻ ആണ്. അതുകൊണ്ട് ഒരു റേഡിയൻ മൂവ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി എന്തുമാത്രം കപ്പിൾ ആവശ്യമുണ്ടെന്നുള്ളതാണ് സി എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ സി ഈസ് ദി കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് ഓഫ് ദി സ്പ്രിംഗ്. അപ്പോൾ ദ റീസ്റ്റോറിംഗ് ടോർക്ക് ഡെവലപ്ഡ് ഇൻ ദ സ്പ്രിംഗ് ടോ റീസ്റ്റോർ ഈസ് ഈക്വൽ ടു സി തീറ്റ, where theta is the angle through which the coil deflected till it reached the equilibrium position, and C is the couple per unit twist of the spring. Equilibrium case എന്താണ്? Equilibrium കേസിൽ ഈ സ്പ്രിംഗ് ഈ കോയിലിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്കും സ്പ്രിംഗിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ടോർക്കും ഈക്വൽ ആകണം. അതായത് സി തീറ്റ എന്ന് പറയുന്നത് ABIN ഈക്വൽ ആയിരിക്കും. അപ്പോൾ hence at equilibrium C theta is equal to ABIN. അതിൽ നമ്മൾ തീറ്റയുടെ ഇക്വേഷൻ എഴുതാമല്ലോ. തീറ്റയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? തീറ്റ ഈസ് ഈക്വൽ ടു ABIN divided by C. ABIN divided by C. ഇനി ഇതിൽ A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ കോയിൽ. ഒരു ഗാൽവനോമീറ്റർ നമുക്ക് നൽകുകയാണെങ്കിൽ, മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ നൽകുകയാണെങ്കിൽ അതിന്റെ കോയിലിന്റെ ഏരിയ ഒരു ഗാൽവനോമീറ്ററെ സംബന്ധിച്ചോളം അതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പം A കോൺസ്റ്റന്റ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ്, ഗാൽവനോമീറ്ററിന്റെ ഉള്ളിലിരിക്കുന്ന മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് B, അതും കോൺസ്റ്റന്റ് ആണ്. നമ്പർ ഓഫ് ടേൺസും കോൺസ്റ്റന്റ് ആണ്. സി സ്പ്രിങ്ങിന്റെ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് ആണ്, അതും കോൺസ്റ്റന്റ് ആണ്. ഐ എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണലി കടത്തിവിടുന്നതാണ്, നമുക്ക് മെഷർ ചെയ്യേണ്ട കറണ്ട് ആണ് ഐ. അപ്പം ഐ ഒഴിച്ചുള്ള എല്ലാം കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് തീറ്റ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ഐ എന്ന് എഴുതാം. എ കോൺസ്റ്റന്റ് ഇൻറ്റു ഐ, അല്ലെങ്കിൽ തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് എഴുതാം. തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ. അതായത് ആ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ തീറ്റ എന്ന് പറയുന്നത് അതിലൂടെ ഒഴുകുന്ന കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൽ കറണ്ട് മെഷർ ചെയ്യുന്നത്. Thus, measuring the deflection, the current can be estimated. So, galvanometer, moving coil galvanometer use എന്താണ്? It is used to detect the presence of small currents and to find out the direction of current. അതാണ് അതിന്റെ യൂസ്. ഇതാണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കറണ്ട് സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാൽവനോമീറ്റർ. What do you mean by current sensitivity of a galvanometer? A galvanometer is sensitive if it gives a large deflection for a small current. ഒരു ഇൻസ്ട്രുമെന്റ് വളരെ സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗാൽവനോമീറ്റർ വളരെ സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ചെറിയൊരു കറണ്ട് ഒഴുകിയാൽ പോലും നമുക്ക് വലിയൊരു ഡിഫ്ലക്ഷൻ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ ഗാൽവനോമീറ്റർ വളരെ സെൻസിറ്റീവ് ആണെന്ന് പറയാം. അതുതന്നെയാണ് current sensitivity of the galvanometer എന്ന് പറയുന്നത്. A galvanometer is sensitive if it gives a large deflection for small current. നമുക്ക് current sensitivity എങ്ങനെ മെഷർ ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ നിന്നും തീറ്റ ബൈ ഐയുടെ ഇക്വേഷൻ എഴുതാം. തീറ്റ ബൈ ഐയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ABN divided by C എന്ന് എഴുതാം. ഇതാണ് കറണ്ട് സെൻസിറ്റിവിറ്റി. തീറ്റ ബൈ ഐ ആണ് കറണ്ട് സെൻസിറ്റിവിറ്റി. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ പെർ ആംപിയർ. ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ ആണ്, ആംഗിളിന്റെ SI യൂണിറ്റ് റേഡിയൻ ആണ്, കറണ്ടിന്റെ SI യൂണിറ്റ് ആംപിയർ ആണ്. അതുകൊണ്ട് കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ യൂണിറ്റ് ആണ് റേഡിയൻ പെർ ആംപിയർ.
The current sensitivity can be defined as the deflection produced in a coil for unit current flowing through it. It is defined as the deflection produced in a coil for unit current flowing through it. Unit current, 1 ampere current ഈ ഗാൽവനോമീറ്ററിലൂടെ ഒഴുകിയാൽ അത് എന്തുമാത്രം ഡിഫ്ലക്ഷൻ കാണിക്കും, അതാണ് കറന്റ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. കറന്റ് സെൻസിറ്റിവിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഫോർ യൂണിറ്റ് കറന്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. നമുക്ക് കറന്റ് സെൻസിറ്റിവിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാം? ഈ ഇക്വേഷൻ അനുസരിച്ച് കറന്റ് സെൻസിറ്റിവിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്ന് നോക്കിക്കേ. How can we increase the current sensitivity? Equation നോക്കിയെന്ന് പറഞ്ഞേ. The current sensitivity can be increased by increasing the area, increasing the strength of the magnetic field, increasing the number of turns, or decreasing C, couple per unit test. ന്യൂമറേറ്ററിലുള്ള ക്വാണ്ടിറ്റി എല്ലാം ഇൻക്രീസ് ചെയ്യുക, ഡിനോമിനേറ്ററിലുള്ള ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? കൂടും. അത്രേ ഉള്ളൂ. അപ്പോൾ by increasing A, B and N and decreasing C we can increase the current sensitivity. എന്നാൽ നമുക്ക് എളുപ്പത്തിൽ ഇതിൽ ഏരിയ കൂട്ടുകയാണെങ്കിൽ ഗാൽവനോമീറ്ററിന്റെ സൈസ് കൂടും, മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടുകയാണെങ്കിലും വലിയ മാഗ്നറ്റിക്സ് വെക്കണം, അതിന്റെ വലിപ്പം കൂടും. അപ്പം ഏറ്റവും എളുപ്പം നമുക്ക് കറന്റ് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്നത് നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം. But to increase the sensitivity of a galvanometer, increase the number of turns. Increase the number of turns. അടുത്ത വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്, conversion of a galvanometer into ammeter. What is the difference between galvanometer and ammeter? Galvanometer can measure only small currents. ammeter അങ്ങനെയല്ല. ammeter ലാർജ് കറണ്ട്സ് നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഗാൽവനോമീറ്റർ, വളരെ ചെറിയ കറണ്ട് മെഷർ ചെയ്യാൻ കഴിയുന്ന ഗാൽവനോമീറ്ററിനെ കൂടിയ കറണ്ട് അല്ലെങ്കിൽ ലാർജ് കറണ്ട് നമുക്ക് മെഷർ ചെയ്യണം. അപ്പോൾ അമീറ്റർ ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എങ്ങനെയാണ് ഒരു ഗാൽവനോമീറ്ററിനെ അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. An ammeter is a device used to measure the current in a circuit. It is a device used to measure the current in a circuit. A galvanometer can be converted into an ammeter by connecting a very low resistance parallel to it. അത് മറന്നു പോകരുത്. We can convert a galvanometer to ammeter by connecting a very low resistance parallel to it. We have to connect low resistance parallel to the galvanometer. മറന്നു പോകരുത് കേട്ടോ. The low resistance connected parallel to the galvanometer is called shunt resistance. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്ന ആ റെസിസ്റ്റൻസ് പറയുന്ന പേരാണ് ഷണ്ട് റെസിസ്റ്റൻസ്. അപ്പോൾ ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ലോ റെസിസ്റ്റൻസ് ആണ്. അത് ഗാൽവനോമീറ്ററിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പം ലോ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ടേമും പാരലൽ കണക്ഷൻ എന്നുള്ള കാര്യവും മറന്നു പോകരുതും, തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ്. അത് നമ്മൾ പറയുന്ന പേരാണ് ഷണ്ട് റെസിസ്റ്റൻസ്. അപ്പം എ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് into an ammeter by connecting very low resistance parallel to it. The low resistance connected parallel to the galvanometer is called shunt resistance. Picture നോക്കിക്കേ, നമ്മൾക്ക് ഇവിടെ ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്. ഗാൽവനോമീറ്ററിന്റെ പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്, ഒരു ലോ റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്യുന്നത്. ആ ലോ റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഷണ്ട് റെസിസ്റ്റൻസ്. ഇതിന്റെ തിയറി, let G be the resistance of the galvanometer, which gives full scale deflection for the current Ig through it. ഒരു ഗാൽവനോമീറ്റർ നമ്മൾ എടുക്കുകയാണ്. ആ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് G ആണ്. The resistance of the galvanometer is G. ആ ഗാൽവനോമീറ്ററിൽ കൂടി ഒഴുകാൻ കഴിയുന്ന മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് Ig ആണ്. Ig കറണ്ട് എന്ന് പറയുന്ന കറണ്ട് മാത്രമേ നമുക്ക് ഈ ഗാൽവനോമീറ്ററിൽ കൂടെ ഫ്ലോ ചെയ്യിക്കാൻ ഒക്കത്തുള്ളൂ. അതിൽ കൂടിയ കറണ്ട് ഈ ഗാൽവനോമീറ്ററിൽ കൂടി ഒഴുകിയാൽ ഗാൽവനോമീറ്റർ കംപ്ലൈന്റ് ആവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഗാൽവനോമീറ്ററിൽ കൂടി ഒഴുകാൻ കഴിയുന്ന മാക്സിമം കറണ്ട് Ig ആണ്. അപ്പോൾ Ig
when IG current flows through the galvanometer, it gives full scale deflection. Full scale deflection തരുന്നതാണ് IG എന്ന് പറയുന്നത്. അതായത് maximum current which can flow through the galvanometer is only IG. To convert a galvanometer into an ammeter and to read a current of maximum I ampere, നമുക്ക് IG എന്ന് പറയുന്ന സ്മോൾ കറണ്ട് അല്ല മെഷർ ചെയ്യേണ്ടത്, നമുക്ക് വലിയൊരു കറണ്ട് ആണ് മെഷർ ചെയ്യേണ്ടത്. ക്യാപിറ്റൽ I ആംപിയർ കറണ്ട് എന്ന് പറയുന്ന വലിയൊരു കറണ്ട് ആണ് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? A suitable shunt resistance S should be connected parallel to it. We have to connect a suitable low resistance called shunt resistance parallel to this galvanometer. The value of shunt resistance S should be such that when a current I flows in the main circuit, the current through the galvanometer is IG and the remaining I minus IG should be sent through S. അപ്പോൾ നമുക്ക് മെഷർ ചെയ്യേണ്ടത് I ആംപിയർ കറണ്ട് ആണ്. I ആംപിയർ വലിയൊരു കറണ്ട് ആണ് I ആംപിയർ. നമുക്ക് S എന്ന് പറയുന്ന ഷണ്ട് റെസിസ്റ്റൻസിനെ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്? I ആംപിയർ കറണ്ട് ഇതിലൂടെ ഒഴുകുമ്പോൾ IG മാത്രം ഗാൽവനോമീറ്ററിൽ കൂടെ ഒഴുകുക. ബാക്കി എത്രയാണ്? I കറണ്ടിൽ IG പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? I മൈനസ് IG. I മൈനസ് IG എന്ന് പറയുന്ന കറണ്ട് മുഴുവനും ഈ ഷണ്ട് റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യിക്കത്തക്ക രീതിയിലുള്ള ഒരു ലോ റെസിസ്റ്റൻസ്, വളരെ ചെറിയൊരു റെസിസ്റ്റൻസ് നമ്മൾ ഇതിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. നമുക്ക് എങ്ങനെയാണ് ഷണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇപ്പോൾ നോക്കാം. ഇത് പാരലൽ കണക്ഷൻ ആണ്. പാരലൽ കണക്ഷൻ ആകുമ്പോൾ കറണ്ട് സ്പ്ലിറ്റ് ചെയ്യും. സീരീസും പാരലും കണക്ഷൻ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. സീരീസ് ആണെങ്കിൽ സെയിം കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ സീരീസ് കണക്ഷൻ ആണ്. ഡിഫറെന്റ് കറണ്ട്സ് ആണ്, കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് ബ്രാഞ്ച് ആയിട്ടാണ് പോകുന്നതെങ്കിൽ അത് പാരലൽ കണക്ഷൻ ആണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ I ആംപിയർ കറണ്ട് ഇവിടെ ഈ ജംഗ്ഷനിൽ എത്തിച്ചേർന്നു. ഇവിടെ നിന്നും IG എന്ന് പറയുന്ന കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു. I മൈനസ് IG എന്ന് പറയുന്ന കറണ്ട് ഈ ലെഗിലൂടെ ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്നും കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ലെഗ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന്റെ മീനിങ് G എന്ന് പറയുന്ന ഈ ഗാൽവനോമീറ്ററും ഈ റെസിസ്റ്റൻസ് ആയ എസും പാരലൽ ആണ്. ഓക്കെ, അപ്പോൾ പാരലൽ കണക്ഷനിൽ കറണ്ട് ഡിഫറെന്റ് ആണ്, അതുകൊണ്ട് വോൾട്ടേജ് സെയിം ആയിരിക്കും. വോൾട്ടേജ് സെയിം ആയിരിക്കും, അതായത് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് തന്നെയാണ് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ആ പോയിന്റ് എഴുതാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് G ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് S. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് G ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ് ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ ഗാൽവനോമീറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? ഓംസ് ലോയിൽ നിന്നും ഓംസ് ലോ എന്തോ V is equal to IR. ഓക്കെ, ഇവിടെ എങ്ങനെ എഴുതാം? ഗാൽവനോമീറ്റർ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? പറയുന്നേ, ആർക്ക് പറയാം? ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എത്രയാണ്? അരുന്ധതി, what is the potential drop across G? അറിയാവുന്ന പറ, തെറ്റട്ടെ, ആരും മിണ്ടായിരിക്കുന്നത് എന്തിനാ? അക്ഷയശ്രീ, അക്ഷയശ്രീ എനിക്ക് കേൾക്കാൻ വയ്യ, ചാറ്റ് ബോക്സിലോട്ട് ഇട്ടോളൂ. Nia, what is the potential drop across G? കേൾക്കാൻ വയ്യല്ലോ Nia. Yes,
ഷോൺ കറക്റ്റ് ആണ്. IG ഇൻറ്റു ജി, ഒരു സർക്യൂട്ടിൽ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഓംസ് ലോ അനുസരിച്ച് എന്താ ചെയ്യേണ്ടത്? അതിന്റെ റെസിസ്റ്റൻസ് ഇൻറ്റു അതിലൂടെ ഒഴുകുന്ന കറണ്ട് അല്ലേ? ആ ഗാൽവനോമീറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആകുമ്പോൾ അതിലൂടെ ഒഴുകുന്ന കറണ്ട് ഇൻറ്റു അതിന്റെ റെസിസ്റ്റൻസ്. ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാ? ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാ? IG ആണ്. IG is the current flowing through the galvanometer. ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? G ആണ്. അപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് G എന്ന് പറയുന്നത് IgG. Similarly, what is the potential difference across S? ഷണ്ട് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? അതിലൂടെ ഒഴുകുന്ന കറണ്ട് ഇൻറ്റു അതിന്റെ റെസിസ്റ്റൻസ്. അതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാ? ഷണ്ട് റെസിസ്റ്റൻസിലൂടെ ഒഴുകുന്ന കറണ്ട് എത്ര? I മൈനസ് IG. ഓക്കെ, ഇൻറ്റു അതിന്റെ റെസിസ്റ്റൻസ്. അതിന്റെ റെസിസ്റ്റൻസ് എന്താണ്? S ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാം. IgG is equal to I മൈനസ് IG ഇൻറ്റു S. ഇതിൽ നിന്നും S ന്റെ ഇക്വേഷൻ എഴുതിക്കേ. S ന്റെ ഇക്വേഷൻ എന്ത് കിട്ടും? S is equal to IgG divided by I minus IG. I minus IG. സിമ്പിൾ അല്ലേ? അപ്പം നമുക്ക് ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസും അതിലൂടെ ഒഴുകാൻ കഴിയുന്ന മാക്സിമം കറണ്ടും നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ആംപിയർ കറണ്ട് ആണ് മെഷർ ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള ഷണ്ട് റെസിസ്റ്റൻസ് നമുക്ക് ഈ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ. ഓക്കെ, ഇനിയും ഒരു ഇക്വേഷനും കൂടെ എഴുതാം. നമുക്ക് ഈ ഇക്വേഷൻ വരെ മതി, എന്നാലും നമുക്ക് ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരു ഇക്വേഷനും കൂടെ നമുക്ക് എളുപ്പത്തിൽ ഒന്ന് നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദിസ് അമീറ്റർ? അപ്പം ഇതൊരു അമീറ്റർ ആയിട്ട് മാറി. ഗാൽവനോമീറ്റർ നമ്മൾ അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടേക്കാണ്. What is the total resistance of this ammeter? What is the total resistance of this ammeter? പറയാമോ? ഇവിടെ രണ്ട് റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. G എന്ന് പറയുന്ന ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസും S എന്ന് പറയുന്ന ഷണ്ട് റെസിസ്റ്റൻസും അത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ what is the parallel connection? What is the equation for the net resistance അല്ലെങ്കിൽ effective resistance? effective resistance നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ പഠിച്ചുള്ള ഇക്വേഷൻ ഇതാണ്. 1/R is equal to 1/R1 plus 1/R2 അല്ലേ? അപ്പോൾ ഇവിടെ R1 എന്ന് പറയുന്നത് G ആണ്, R2 എന്ന് പറയുന്നത് S ആണ്. LCM എന്തെടുക്കാം? GS LCM എടുക്കാം. ഇവിടെ G plus S എന്ന് എഴുതാം. അപ്പോൾ 1/R എന്ന് പറയുന്നത് G plus S divided by GS ആണ്. അല്ലെങ്കിൽ R is equal to total resistance R എങ്ങനെ എഴുതാം? GS divided by G plus S എന്ന് എഴുതാം. ഓക്കെ, so the total resistance of the ammeter is GS divided by G plus S. ഇതാണ് നമുക്കൊരു ഗാൽവനോമീറ്ററിനെ അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, how can we convert a galvanometer to ammeter? By connecting, we can convert it by connecting a low resistance parallel to the galvanometer, and this low resistance connecting parallel to the galvanometer is called shunt resistance. Okay, why should the spring or suspension wire in a moving coil galvanometer have low torsional constant? Low torsional constant. Torsional constant എന്ന് പറയുന്നത് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റിനെ സിക്ക് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ടോർഷണൽ കോൺസ്റ്റന്റ്. സി ആണ് ടോർഷണൽ കോൺസ്റ്റന്റ്. അപ്പം ടോർഷണൽ കോൺസ്റ്റന്റ് കുറവായുള്ള ഒരു സ്പ്രിംഗ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്ന് പറയാനുള്ള റീസൺ എന്താ? നമുക്കറിയാം, നമുക്ക് അതിന്റെ ഇക്വേഷൻ അറിയാമല്ലോ. ആ ഇക്വേഷൻ അനുസരിച്ച് സി എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അതുകൊണ്ട് കറന്റ് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സി കുറയ്ക്കണം. The low torsional constant facilitates greater deflection in the coil for a given value of current. Hence, sensitivity of the galvanometer increases. Write two properties of a material used as a suspension wire in a moving coil galvanometer. അപ്പോൾ ഗാൽവനോമീറ്ററിൽ ഉപയോഗിക്കുന്ന സസ്പെൻഷൻ വയർ അല്ലെങ്കിൽ സ്പ്രിങ്ങിന്റെ രണ്ട് പ്രോപ്പർട്ടീസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പ്രോപ്പർട്ടി നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ, ദ ലോ ടോർഷണൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ലോ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് ഉള്ള സ്പ്രിംഗ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്.
ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് എന്നുള്ള ടേമും ഓർത്തിരിക്കാം. ഒരു എക്സസൈസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് കോപ്പി ചെയ്യുക. An ammeter of resistance 0.8 ohm can measure up to 1 ampere. An ammeter of resistance 0.8 ohm can measure up to 1 ampere. What must be the value of shunt resistance to enable the ammeter to measure current up to 5 ampere? അപ്പോൾ ഒരു ammeter ആണ്. ammeterൽ നമുക്ക് 1 ആംപിയർ കറണ്ട് മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ ഒക്കത്തുള്ളൂ. നമുക്കതിനെ 5 ആംപിയർ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യേണ്ടതുണ്ട്. ആ ഷണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അതിന്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. IG 1 ആംപിയർ ആണ്, G 0.8 ഓം ആണ്. നമുക്ക് ഷണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. എത്ര കിട്ടും നോക്കിക്കേ. ഡാറ്റ തന്നിരിക്കുന്നത് current through this ammeter is 1 ampere. The resistance G is equal to 0.8 ohm. നമുക്ക് അതിലൂടെ ഇടുന്ന കറണ്ട് I 5 ആംപിയർ ആണ്. നമുക്ക് ഷണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഷണ്ട് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? S is equal to IgG divided by I minus Ig. നോക്കിക്കേ എത്ര കിട്ടുമെന്ന്. എത്ര കിട്ടും? ഓക്കെ, നോറ കറക്റ്റ്. യെസ്, ഓക്കെ, കിട്ടി, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് നല്ല റെസ്പോൺസ് ഉള്ളതിന് താങ്ക്സ്. അതിന്റെ സെക്കൻഡ് പോർഷൻസ് ഒന്ന് നോക്കിക്കേ. വാട്ട് ഈസ് ദ കമ്പൈൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദി ammeter ആൻഡ് ദി ഷണ്ട്? ടോട്ടൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ എഴുതിയതേ ഉള്ളായിരുന്നു. എന്തായിരുന്നു ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? GS divided by G plus S. അത് എത്ര കിട്ടുമെന്ന് നോക്കിയേ. Okay, Akshay Sri, correct. Yes, Nora. 0.16 and correct. Rachel, right. 0.16 ohm. Good. Simple ആണല്ലോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. പ്രീവിയസ് എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇനിയും അടുത്തത് we have to convert the galvanometer into voltmeter. Voltmeter എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? Voltmeter is used to measure the potential difference between any two points in an electrical circuit.
The voltmeter is an instrument used to measure the potential difference or voltage drop between 2 points in an electric circuit. എങ്ങനെയാണ് നമുക്ക് ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? To convert a galvanometer into a voltmeter, a high resistance is connected in series. മറന്നു പോകരുത്, we have to connect high resistance and it should be connected in series. In order to convert a galvanometer into a voltmeter, we have to connect a high resistance in series with the galvanometer. പിക്ചറിൽ നോക്കിക്കേ, നിങ്ങൾക്കറിയാം ഒരു ഗാൽവനോമീറ്ററിന്റെ അക്രോസ് ആയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്യുന്നു, അപ്പോൾ അതൊരു വോൾട്ട് മീറ്റർ ആയിട്ട് മാറും. Let G be the resistance of the galvanometer, which gives full scale deflection for a current Ig through it. അപ്പോൾ ഗാൽവനോമീറ്ററിൽ കൂടി ഒഴുകാൻ കഴിയുന്ന മാക്സിമം കറണ്ട് Ig ആണ്. Let R be the high resistance required to convert the galvanometer into a voltmeter for measuring the voltage up to V volt. അപ്പോൾ V volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ കഴിയുന്ന ഒരു വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഹൈ റെസിസ്റ്റൻസ് ആയ R ആണ് കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. Now the total resistance of the device, total resistance സീരീസ് കണക്ഷൻ ആണ്. സീരീസ് കണക്ഷൻ ആകുമ്പോഴത്തേക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ റെസിസ്റ്റൻസ് G ആണ്, ഇതിന്റെ റെസിസ്റ്റൻസ് R ആണ്. അപ്പോൾ G പ്ലസ് R ആണ് ടോട്ടൽ റെസിസ്റ്റൻസ്, സീരീസ് കണക്ഷൻ ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അതിലൂടെ ഒഴുകുന്ന കറണ്ട് ഇൻറ്റു അതിന്റെ റെസിസ്റ്റൻസ്. ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്ര? IG കറണ്ട് ആണ് ഒഴുകുന്നത്. അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര? G പ്ലസ് R. അപ്പോൾ the voltage drop across this instrument is Ig into G plus R. അതിൽ നമുക്ക് V by Ig എഴുതാം. V by Ig is equal to G plus R എന്ന് എഴുതാം. അതിൽ നാം R ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് കണക്ട് ചെയ്യേണ്ട ഹൈ റെസിസ്റ്റൻസ് ആയ R ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. R is equal to V by Ig minus capital G എന്ന് എഴുതാം. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യേണ്ട ഹൈ റെസിസ്റ്റൻസ് ആയ ക്യാപിറ്റൽ ആറിന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ പോയിന്റ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. കാരണം നിങ്ങൾ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. The ammeter is always connected in series with the circuit to measure the current. Ammeter is always connected in series with the circuit, whereas the voltmeter is connected parallel to the circuit. വോൾട്ട്മീറ്റർ എപ്പോഴും പാരലൽ ആയിട്ടാണ്, സർക്യൂട്ടിന് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ കറണ്ട് മെഷർ ചെയ്യേണ്ട അമീറ്റർ എപ്പോഴും സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഈ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി, കറണ്ട് സെൻസിറ്റിവിറ്റി പോലെ തന്നെ നമുക്ക് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഓഫ് ദി ഗാൽവനോമീറ്റർ എടുക്കാം. The voltage sensitivity can be defined as the deflection per unit voltage. One voltage പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നമുക്ക് കിട്ടുന്ന ഡിഫ്ലക്ഷൻ എത്രയാണെന്നുള്ളതാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ ഇതായിരുന്നു. കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് തീറ്റ ബൈ ഐ ഈസ് ഈക്വൽ ടു ABN ഡിവൈഡ് ബൈ C എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ. ഞാൻ R കൊണ്ട് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു, R കൊണ്ട് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്തു. I into R എന്ന് പറയുന്നത് V ആണ് അല്ലേ? I into R എന്ന് പറയുന്നത് V ആണ്. അപ്പോൾ തീറ്റ ബൈ V ഈസ് ഈക്വൽ ടു ABN ഡിവൈഡ് ബൈ C ഇൻറ്റു 1 ബൈ R എന്നിട്ട് ഇതാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇതാണ്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാനൊക്കും? ഇതിലെ ന്യൂമറേറ്ററിൽ ക്വാണ്ടിറ്റി ഏരിയ ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, ഡിനോമിനേറ്ററിൽ C ഉണ്ട്, R ഉണ്ട്. ഓക്കെ, കറണ്ട് സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ സാറിന് ഇത് ചെയ്തത് നമ്പർ ഓഫ് ടേൺസ് കൂട്ടുകയാണ്. എന്നാൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി നമുക്ക് നമ്പർ ഓഫ് ടേൺസ് കൂട്ടി നമുക്ക് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ ഒക്കില്ല, അത് ന്യൂമറേറ്ററിലുള്ള ക്വാണ്ടിറ്റി ആണെങ്കിലും. കാരണം എന്താ അറിയാമോ? നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക എന്ന് പറയുന്നത് നമ്മുടെ കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് ആണ് കൂട്ടുന്നത്. കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് കൂടും. കാരണം കൂടിയ നീളമുള്ള വയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
അപ്പോൾ കൂടിയ നീളമുള്ള വയർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. അതായത് ഡിനോമിനേറ്ററിൽ 6 കിടപ്പുണ്ട്, 6 ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് ഈ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി നമുക്ക് നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് കൂട്ടാനൊക്കത്തില്ല. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ ഗാൽവനോമീറ്റർ വിൽ നോട്ട് ഇൻക്രീസ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. വൈ? We have the voltage sensitivity is theta by V is equal to ABN divided by C into 1 by R. When N increases, the length of the wire increases, so the resistance also increases. So N by R is a constant. അതുകൊണ്ട് number of turns കൂട്ടി നമുക്ക് ഇവിടെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനൊക്കത്തില്ല. ബാക്കിയുള്ള ഫാക്ടേഴ്സ് നമുക്ക് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യേണ്ടിയിരിക്കും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, റൈറ്റ് ടു ഫാക്ടേഴ്സ് ബൈ വിച്ച് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാൽവനോമീറ്റർ ക്യാൻ ബി ഇൻക്രീസ്ഡ്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനുള്ള 2 ഫാക്ടേഴ്സ് പറയാം. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാൽവനോമീറ്റർ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിംഗ് ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടുക. 2 ടോർഷണൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കപ്പിൾ പെർ യൂണിറ്റ് ടെസ്റ്റ് ഡിക്രീസ് ചെയ്യിക്കുക. കാരണം ഇക്വേഷൻ, വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ ഇതാണ്. ഇതനുസരിച്ച് നമുക്ക് ബി ഇൻക്രീസ് ചെയ്യിക്കുകയോ സി ഡിക്രീസ് ചെയ്യിക്കുകയോ നമുക്ക് ചെയ്യാവുന്നതാണ്. Why is it that while using a moving coil galvanometer as a voltmeter, a high resistance in series is required, whereas in an ammeter a shunt resistance is used? Already നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. വോൾട്ട്മീറ്റർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ സീരീസ് ആയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസും ഗാൽവനോമീറ്റർ ആയിട്ട് അമീറ്റർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് പാരലായിട്ടും കണക്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച തിയറി ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. എ വോൾട്ട്മീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ റെസിസ്റ്റൻസ് ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ അക്രോസ് ദ റെസിസ്റ്റൻസ്. If a voltmeter has a very high resistance, it will not affect the resistance of the circuit. Hence, the reading will be true. That is why, while using a moving coil galvanometer on a voltmeter, a high resistance moving coil galvanometer as a voltmeter, a high resistance in series is required. ഇനി അമീറ്ററിന്റെ കേസ് നമുക്ക് എങ്ങനെ എഴുതാം? An ammeter is used to measure current in a circuit, hence it is connected in series with the circuit. If an ammeter has very low resistance, it will not affect the circuit. Will not affect the circuit resistance, and so reading will be true. This is why, while using a moving coil galvanometer as an ammeter, a shunt resistance which is connected in parallel to the galvanometer. ഇപ്പം നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടൊന്നും ചോദിക്കത്തില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നേരത്തെ ആഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രം. ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോളൂ. A galvanometer coil has a resistance of 15 ohm and it shows full scale deflection for a current 4 milliampere. Convert it to an ammeter of range 0 to 6 ampere. ഇത് അമീറ്ററിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഷണ്ട് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 6 ആംപിയർ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഷണ്ട് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇക്വേഷൻ എന്ന് പറഞ്ഞു S is equal to IgG divided by I minus Ig. Ig എത്രയാണ്? Ig is equal to 4 into 10 raised to minus 3 ampere. I എത്രയാണ്? I എന്ന് പറയുന്നത് 6 ആംപിയർ, മാക്സിമം 6 ആംപിയർ കറണ്ടാണ് മെഷർ ചെയ്യേണ്ടത്. പിന്നെ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണെന്നുണ്ട് 50 ഓം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല.
എത്ര കിട്ടും? 60 കിട്ടിയല്ലേ? 10 മില്ലി ആംപിയർ, മില്ലി ഓം, 10 മില്ലി ഓം ആണ് ആൻസർ. 10 മില്ലി ഓം. 19 ടൈപ്പ് വരുന്നു 10 ഉദ്ദേശിച്ചത്. ഓക്കെ ശരി ശരി. 10 മില്ലി ഓം ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് NCERT സോൾവ് ക്വസ്റ്റ്യൻ ആണ് 4.13. In the given circuit, the current is to be measured. The given circuit, the current is to be measured. What is the value of current if the ammeter shown? ഒന്നാമത് A part എന്താണ്? Is a galvanometer with a resistance Rg. രണ്ടാമത്തെ part is a galvanometer described in A but converted to an ammeter by a shunt resistance Rs. C is an ideal ammeter with zero resistance. കുറേ ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ചോദിച്ചേക്കുവാണ്, കൺഫ്യൂഷൻ ഉണ്ടാകണ്ട. ക്വസ്റ്റ്യൻ ഇത്രയും മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട് ഇല്ലേ? സർക്യൂട്ട് നിങ്ങളൊന്ന് നോക്കിക്കേ. സർക്യൂട്ടിൽ എന്തൊക്കെയുണ്ടെന്ന്? ഒരു അമീറ്റർ ഉണ്ട്, ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. സെല്ലിന്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട്, 3 വോൾട്ട് ഉള്ള ഒരു സെൽ. അതിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റൻസിന് സീരീസ് ആയിട്ടാണ് അമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. റെസിസ്റ്റൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 3 ഓം. അപ്പോൾ സർക്യൂട്ട് വളരെ സിമ്പിൾ ആണ്. 2 കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. സെല്ലിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു റെസിസ്റ്റൻസും ഒരു അമീറ്ററും. ഇവർ ചോദിച്ചേക്കുന്നത് ഇൻ എ ഗിവൺ സർക്യൂട്ട് ദ കറണ്ട് ഈസ് ടു ബി മെഷർഡ്. കറണ്ട് മെഷർ ചെയ്യണം. ഏതൊക്കെ കേസിലുള്ള കറണ്ട് ആണെന്നാണ് അടുത്തത് പറയുന്നത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കറണ്ട് ഇഫ് ദ അമീറ്റർ ഷോൺ? ഇതാണ് അമീറ്റർ, പിക്ചറിലുള്ള അമീറ്റർ ഇതാണ്. ഒന്നാമത്തെ കേസ് എന്തുവാ? ഫസ്റ്റ് കേസ്, ദിസ് അമീറ്റർ ഈസ് എ ഗാൽവനോമീറ്റർ വിത്ത് എ റെസിസ്റ്റൻസ് Rg. ഇപ്പൊ ഈ അമീറ്റർ എന്ന് പറയുന്നത് ഒരു ഗാൽവനോമീറ്റർ ആണെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് വരെ നൽകിയിട്ടുണ്ട്. ഇതൊരു ഗാൽവനോമീറ്റർ ആണ്. ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് Rg ആണെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫസ്റ്റ് പാർട്ടിന്റെ ഹെഡിങ് എഴുതുക. ഇസ് എ ഗാൽവനോമീറ്റർ വിത്ത് റെസിസ്റ്റൻസ് Rg. ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഓംസ് ലോ അനുസരിച്ചാൽ മതി അല്ലേ? V is equal to IR, V is equal to A, അല്ലെങ്കിൽ I is equal to V by R. V by R. V എത്രയാണ്? V ഇവിടെ നൽകിയിട്ടുണ്ട്. V is equal to 3 volts. R ഇത് സീരീസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് 3 ഓം, പിന്നെ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് Rg. അപ്പോൾ Rg പ്ലസ് 3 ഓം ആയിരിക്കും ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ കറന്റ് ഫ്ലോയിങ് ത്രൂ ദി സർക്യൂട്ട് ഈസ് V ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ റെസിസ്റ്റൻസ് ദിസ് റെസിസ്റ്റൻസ് പ്ലസ് Rg. അപ്പോൾ Rg പ്ലസ് 3 ഓം. Rg പ്ലസ് 3 ഓം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് I 0.048 ആംപിയർ കറണ്ട് ആയിരിക്കും ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നത്. രണ്ടാമത്തെ ടോപ്പിക് എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് അമീറ്റർ ഈസ് എ ഗാൽവനോമീറ്റർ ബട്ട് കൺവേർട്ടഡ് ടു അമീറ്റർ. അപ്പം ഇവിടെ ഒരു
ഫസ്റ്റ് കേസിൽ ഇത് ഗാൽവനോമീറ്റർ ആണെന്ന് പറഞ്ഞു. ഗാൽവനോമീറ്റർ നമ്മൾ അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ലോ റെസിസ്റ്റൻസ് നമ്മൾ അതിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യണം. അതാണ് ഷണ്ട് റെസിസ്റ്റൻസ്. ഷണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഒരു നൽകിയിട്ടുണ്ട് 0.02 ഓം. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ടോട്ടൽ കറണ്ട്, അപ്പോൾ ടോട്ടൽ കറണ്ട് ഇതിലൂടെ ഒഴുകുന്ന ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. വിക്ക് ചേഞ്ച് ഒന്നുമില്ല, എന്നാൽ റെസിസ്റ്റൻസിന് ചേഞ്ച് വന്നു. കാരണം ഇവിടെ ഒരു അഡീഷണൽ റെസിസ്റ്റൻസും കൂടെ ആയി, അതായത് ഒരു ഷണ്ട് റെസിസ്റ്റൻസും കൂടെ ആയി. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കുക. ആ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈ സീരീസ് റെസിസ്റ്റൻസിന്റെ കൂടെ ആഡ് ചെയ്യണം. നമുക്ക് ആദ്യം അതിന്റെ റെസിസ്റ്റൻസ് കൺവേർട്ട് ചെയ്ത് റെസിസ്റ്റൻസ് എടുക്കാം. അതായത് ഗാൽവനോമീറ്ററിനെ അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉള്ള റെസിസ്റ്റൻസ് എത്ര കിട്ടും? ഇതിന്റെ റെസിസ്റ്റൻസ് അവർ നൽകിയിട്ടുണ്ട്. RG ആണ് ഇതിന്റെ റെസിസ്റ്റൻസ്. എത്ര കിട്ടും ഇതിന്റെ റെസിസ്റ്റൻസ്? .02 ഓം കിട്ടും. 0.02. അപ്പോൾ ഇവിടെ 0.02 ഓം ആയി, ഇത് 0.02 ഓം ആയി. അപ്പോൾ 0.02 ഓം പ്ലസ് 3 ഓം, 3.02 ഓം ആവും ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ ടോട്ടൽ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് 3 ആണ്. വോൾട്ടേജ് 3 ഡിവൈഡ് ബൈ 3.02 ഓം ഈസ് ഈക്വൽ ടു 0.99 ആംപിയർ കിട്ടും. ഓക്കെ, ഇനിയും തേർഡ് പാർട്ട് എന്താണ്? തേർഡ് പാർട്ട് ഈസ് ആൻ ഐഡിയൽ അമീറ്റർ വിത്ത് സീറോ റെസിസ്റ്റൻസ്. ഇറ്റ്സ് ആൻ ഐഡിയൽ അമീറ്റർ. ഈ അമീറ്ററിന് റെസിസ്റ്റൻസ് ഒന്നുമില്ല, സീറോ റെസിസ്റ്റൻസ് ആണ്. സീറോ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണ്? ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഇതിലെ വോൾട്ടേജ് V ആണ്, അതിനെ ഡിവൈഡ് ബൈ അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ 3 ഓം. അപ്പം 3/3 എന്ന് കിട്ടും. ദറ്റ് ഈസ് 1 ആംപിയർ. 1 ആംപിയർ. ഓക്കെ, ചെയ്തല്ലോ. ആ ചാപ്റ്റർ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ചാപ്റ്റർ, ചാപ്റ്റർ 5, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിലെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ചാപ്റ്റർ. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ആദ്യം പഠിക്കാനുള്ളത് കറണ്ട് ലൂപ്പ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ എന്നുള്ളതാണ്. അത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നടത്തിയതാണ്. അത് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോയേക്കാം. ഒരു സർക്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. ആ ലൂപ്പിലെ നമ്മൾ ഒരു എൻഡിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസിലാണ് ആ ലൂപ്പിലൂടെയുള്ള കറണ്ട് ഒഴുകുന്നുണ്ടെങ്കിൽ ആ എൻഡ് ഒരു സൗത്ത് പോളായിട്ട് ആക്ട് ചെയ്യുകയും, മറുഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഒഴുകുക. അപ്പോൾ ആ പാർട്ട് നോർത്ത് പോളായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ രണ്ട് സൈഡുകളും ഒന്ന് നോർത്ത് പോളും ഒന്ന് സൗത്ത് പോളും ആയിട്ട് ആക്ട് ചെയ്യുകയും, അതുകൊണ്ട് തന്നെ അതൊരു മാഗ്നറ്റിന്റെ എഫക്റ്റ് ഉണ്ടാവും. ഒരു മാഗ്നറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത്, ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനൊരു നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. അപ്പോൾ സിമിലർ എഫക്റ്റ് ആണ് നമ്മളൊരു സോളിനോയിഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സർക്കുലർ കോയിൽ ആയിക്കോട്ടെ, അതിനെല്ലാം എഫക്റ്റ് ഉണ്ടാകും.
അതിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടല്ലോ? ദാറ്റ് ഈസ് m is equal to I into A. M is equal to I into A. If there are n number of turns, then m is equal to NIA. Okay, and the unit ampere meter square, dimension L square into A. Okay, അപ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് മറന്നു പോകരുത്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് നമുക്ക് പറയാം. മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ ആണ് m is equal to I into A. നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചത് ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, വൺ പോസിറ്റീവ് ചാർജ് ആൻഡ് അനദർ നെഗറ്റീവ് ചാർജ്, ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ട്. അതിന്റെ പോൾ സ്ട്രെങ്ത് രണ്ടിന്റെയും സെയിം ആയിരിക്കും അല്ലേ? ഒരു ബാർ മാഗ്നറ്റ് എടുത്താൽ അതിന്റെ നോർത്ത് പോളിന്റെ സ്ട്രെങ്തും സൗത്ത് പോളിന്റെ സ്ട്രെങ്തും സെയിം ആണ്, പോൾ സ്ട്രെങ്ത് സെയിം ആണ്. അത് തമ്മിൽ ഒരു ചെറിയൊരു അകലത്തിലാണ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു മാഗ്നറ്റിക് ഡൈപോൾ ആണ്. അപ്പോൾ ഇലക്ട്രിക് ഡൈപോളും മാഗ്നറ്റിക് ഡൈപോൾ തമ്മിലൊരു കമ്പാരിസൺ. ഇലക്ട്രിക് ഡൈപോളും കറന്റ് ലൂപ്പ് will act as a dipole, magnetic dipole. So we can compare electric dipole with a magnetic dipole. Current loop of any shape act as a magnetic dipole. Current loop of any shape act as magnetic dipole. നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഇക്വേഷൻ ഒന്ന് എഴുതുകയാണ്. The magnetic field on the axis of a circular loop of radius r carrying a steady current I is B equal to mu 0 by 4 pi 2 pi r square I divided by x square plus r square the whole raised to 3 by 2. ബയോട്ട്-സവാർട്ട് ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. അതിലെ രണ്ട് കേസസ് നമ്മൾ പഠിച്ചായിരുന്നു. അതിലെ ഒരു കേസാണ് when x is very very greater than r. ആ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ B is equal to mu 0 by 4 pi 2 pi r square I divided by x square. അതിന്റെ ഡയറക്ഷൻ നമുക്ക് വരുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചാണ് നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്. ഇതായിരുന്നു നമ്മൾ അതിന്റെ സ്പെഷ്യൽ കേസ്. നമ്മൾ നേരത്തെ പഠിച്ച സ്പെഷ്യൽ കേസ് ഇതായിരുന്നു. രണ്ട് കേസ് നമ്മൾ പഠിച്ചു. ഒന്ന് ഇതിന്റെ സെൻട്രലിലുള്ള പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ, അത് ഇതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എഴുതിയ ഇക്വേഷൻ, അതായത് എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വളരെ അകലെയാണെന്നുണ്ടെങ്കിൽ ഉള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് കേസസിലെ സെക്കൻഡ് കേസിലെ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കിക്കേ. ഈ ഇക്വേഷനിൽ പൈ ആർ സ്ക്വയർ ആർ എന്ന് പറയുന്നത് ആ സർക്കുലർ ലൂപ്പിന്റെ റേഡിയസ് ആണ്. അപ്പോൾ പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഈ സർക്കുലർ ലൂപ്പിന്റെ ഏരിയ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയ ആയിട്ട് എടുക്കാം, ഏരിയ ഓഫ് ദി ലൂപ്പ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന് പകരം നമുക്ക് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ബി ഈക്വൽ ടു mu 0 by 4 pi 2 IA divided by x cube. ഇനി I into A എന്താണ്? I into A മാഗ്നറ്റിക് മൊമെന്റ് ആണ്, നമ്മളിപ്പോൾ പഠിച്ചു മാഗ്നറ്റിക് മൊമെന്റ്. അപ്പോൾ IAക്ക് പകരം m എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. mu 0 by 4 pi 2m divided by x cube. ഇതാണ് ഒരു സർക്കുലർ ലൂപ്പിന്റെ, കറന്റ് ക്യാരിങ് ലൂപ്പിന്റെ നിയർ ബൈ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് mu 0 by 4 pi 2m divided by x cube. ഇനി നമ്മൾ നേരത്തെ പഠിച്ച മറ്റൊരു ഇക്വേഷൻ എഴുതുകയാണ്. The electric field intensity at a point on the axial line of the electric dipole. Electric field intensity at a point on the axial line of the electric dipole. അവിടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. E is equal to 1 by 4 pi epsilon 0 into 2p divided by x cube. അതിന്റെ തിയറി ഓർക്കുന്നുണ്ടോ? ഇതേപോലുള്ള ഒരു തിയറിയാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ രണ്ട് കേസാണ് പഠിച്ചത്. ആക്സിയൽ ലൈനിലുള്ള പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും പഠിച്ചു. അതേപോലെ തന്നെ ഇക്വേറ്റോറിയൽ ലൈനിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ അവിടെ പഠിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ആക്സിയൽ ലൈനിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ E is equal to 1 by 4 pi epsilon 0 into 2p divided by x cube എന്നാണ് പഠിച്ചത്.
നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ നമ്പർ 1 മറ്റേ ഇപ്പോൾ എഴുതിയ ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്തേ. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബി ഈക്വൽ ടു ഇ എന്ന് എഴുതാം അല്ലേ. ബി ഈക്വൽ ടു ഇ എന്ന് എഴുതാം. പിന്നുള്ളത് ഇവിടെ 1/4πε0 ആണുള്ളത്. ഇവിടെ μ0/4π ആണുള്ളത്. അപ്പം 4π ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയും 4π ഉണ്ട്. അപ്പോൾ μ0ക്ക് ഈക്വലന്റ് ആയിട്ട് എന്താ? μ0ക്ക് ഈക്വലന്റ് ആയിട്ട് എന്താണെന്ന് എഴുതാം? 1/ε0 എന്ന് എഴുതാം. μ0ക്ക് ഈക്വലന്റ് ആയിട്ട് 1/ε0 എന്ന് എഴുതാം. സിമിലർലി ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ x³ ഉണ്ട്, ഇവിടെയും ഡിസ്റ്റൻസ് x³ ഉണ്ട്. പിന്നുള്ളത് എന്താണ്? പിക്ക് ഈക്വലന്റ് ആണ്. പി എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് ആണ്. ഡൈപോൾ മൊമെന്റ് ആണ് പി. ഡൈപോൾ മൊമെന്റ് ഈക്വൽ ആയിട്ട് എന്താണ്? എം ആണ്. മാഗ്നറ്റിക് മൊമെന്റ് ആണ്. മാഗ്നറ്റിക് മൊമെന്റ്. അപ്പോൾ ഡൈപോൾ മൊമെന്റ് ഈക്വൽ ആയിട്ട് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് സിമിലർ ആണെന്ന് പറയാം. അതേപോലെ തന്നെ μ0 എന്ന് പറയുന്നത് 1/ε0ക്ക് സിമിലർ ആണെന്ന് പറയാം. മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റിന് ഈക്വൽ ആണെന്ന് പറയാം. ഈക്വൽ അല്ല, സിമിലർ ആണെന്ന് പറയാം. ഈ സിമിലാരിറ്റി വെച്ച് നമ്മൾ മറ്റൊരു ഇക്വേഷൻ കൂടെ എഴുതാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ പഠിച്ച ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ 1/4πε0 p/x³ ആണ്. ഈ ഇക്വേഷനിൽ 2 ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ ഈ ഇക്വേഷനിൽ. അപ്പം ആക്സിയൽ ലൈനിലുള്ള ഇക്വേഷൻ 2p/x³ ആണെങ്കിൽ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇക്വേഷൻ p/x³ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സർക്കുലർ കറന്റ് ക്യാരിങ് ലൂപ്പിന്റെ ഇക്വറ്റോറിയൽ ലൈനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ സിമിലർ ആയിട്ട് എഴുതാം. 1/4π അങ്ങനെ തന്നെ എഴുതി. 1/ε0ക്ക് പകരം μ0 എന്ന് കൊടുത്തു, പിക്ക് പകരം എം എന്ന് കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ നമുക്ക് ഇതേ രീതിയിൽ എഴുതാം. ഈ ഇക്വേഷൻ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ദി മാഗ്നറ്റിക് ഡൈപോൾ. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി at a point on the equatorial line of the magnetic dipole, and its equation is B is equal to μ0/4π m divided by x³. So equation 1, 2, 3 and 4 shows that current carrying loop behaves like a magnetic dipole at a large distance from the loop. It behaves like a magnetic dipole. Behaves like a magnetic dipole at a large distance from the loop. അപ്പോൾ ആ ഇക്വേഷന്റെ കമ്പാരിസൺ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. A closely wounded solenoid of 200 turns and cross-sectional area 1.6 into 10 raised to -4 meters square, carrying a current of 4 ampere, is suspended through its center, allowing it to turn in a horizontal plane. Find the magnetic moment associated with the solenoid. Magnetic moment കണ്ടുപിടിക്കാൻ. Second part, magnitude and direction of the torque on the solenoid if the horizontal magnetic field of 7.5 into 10 raised to -2 Tesla is set up at an angle of 30 degree with the axis of the solenoid. So question എന്താ പറയുന്നത്? A closely wound solenoid of 200 turns. Solenoid എന്ന് പറഞ്ഞാൽ അറിയാലോ, സിലിണ്ടറിക്കൽ ഷേപ്പിൽ നമ്മൾ ഒരു കോപ്പർ ഇൻസുലേറ്റഡ് കോപ്പർ വയർ വെക്കുന്നതിനെയാണ്, ചുറ്റി വെക്കുന്നതിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സോളിനോയിഡ് ഉണ്ട്. ആ സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ്, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഈസ് 2000 ടേൺസ്. ഇറ്റ്സ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഈ ക്രോസ് സെക്ഷണൽ ഏരിയ എ എന്ന് പറയുന്നത് എത്രയാണ്? 1.6 into 10 raised to -4 meter square ആണ്. അതിലൂടെ ഒഴുകുന്ന കറന്റ് തന്നിട്ടുണ്ട്. I is equal to 4 ampere. It is suspended through its center, allowing it to turn in a horizontal plane. ഒരു horizontal plane ൽ ടേൺ ചെയ്യത്തക്ക രീതിയിൽ അതിനെ സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുകയാണ്. We have to find out the magnetic moment. Magnetic moment കണ്ടുപിടിക്കണം. Magnetic moment equation എന്തുവാ? Magnetic moment equation NIA.
കണ്ടുപിടിച്ചേ വാല്യൂ. കിട്ടും. 1.28. ഓക്കെ. അടുത്ത രണ്ടാമത്തെ കണ്ടുപിടിക്കാൻ പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി ടോർക്ക് ഓൺ ദ സോളിനോയിഡ്. ഇഫ് ദ ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 7.5 × 10⁻² ടെസ്ല ഈസ് സെറ്റ് അപ്പ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ദ ആക്സിസ് ഓഫ് ദ സോളിനോയിഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡും സോളിനോയിഡിന്റെ ആക്സിസ് തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാകുന്നുണ്ട് 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്ത ടോർക്ക് എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ടോർക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കണം. അപ്പോൾ സോളിനോയിഡ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അതിന്റെ ആക്സിസ് ആണിത്. ആക്സിസും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ തമ്മിലുള്ള ആംഗിൾ ആണ് 30 ഡിഗ്രി. ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ടോ ഈസ് ഈക്വൽ ടു എം ക്രോസ് ബി ആണ്, അല്ലെങ്കിൽ എം ബി സൈൻ തീറ്റ എന്ന് എഴുതാം. എം ബി സൈൻ തീറ്റ. എം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാല്യൂ എത്ര കിട്ടുമെന്ന് നോക്കിക്കേ. 4.8 × 10⁻² എന്നിട്ട് 4.8 × 10⁻² ന്യൂട്ടൺ മീറ്റർ. Direction. The direction of the torque is such that the solenoid tends to align the axis of the solenoid along the direction of the magnetic field. Magnetic field അതേ ഡയറക്ഷനിലായിരിക്കും ഈ ആക്സിസ് അലൈൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ടോർക്ക് മൂലം മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ ഇതിന്റെ ആക്സിസ് അലൈൻ ചെയ്യും. അപ്പോൾ ഈ ഡയറക്ഷനിലായിരിക്കും അത് അലൈൻ ചെയ്ത് കഴിയുമ്പോഴുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ടോർക്ക് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കുന്നത്, ഇനി ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനെ കുറിച്ച് അങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഇവിടെ ഫോഴ്സ് ഇല്ല, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതുകൊണ്ട് അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യത്തില്ല, പകരം ടോർക്ക് മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ. ഫോഴ്സ് 0 ആയിരിക്കും. അത് ജസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ എന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. ഓക്കെ, അടുത്ത ടോപ്പിക്. Magnetic orbital dipole moment of a revolving electron. Magnetic orbital dipole moment. ഒത്തിരി പുതിയ ടേം ഇങ്ങനെ കേൾക്കുകയാണ് അല്ലേ. ഓർബിറ്റൽ ഡൈപോൾ മൊമെന്റ്. മാഗ്നറ്റിക് ഓർബിറ്റൽ ഡൈപോൾ മൊമെന്റ് ഓഫ് എ റിവോൾവിംഗ് ഇലക്ട്രോൺ. ഓക്കെ, according to Bohr atom model, electrons are revolving around the nucleus in circular orbit. ബോർ ആറ്റം മോഡൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്നതാണ്. അക്കോർഡിംഗ് ടു ബോർ ആറ്റം മോഡൽ, ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്താണ്? ആറ്റത്തിന്റെ സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിലാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉള്ളത്. അതിന് ചുറ്റും പെർട്ടിക്കുലർ ഓർബിറ്റിൽ ഇലക്ട്രോൺസ് കറങ്ങും. ഓക്കെ, അപ്പൊ അതാണ് ബോർ ആറ്റം മോഡൽ. ഇവിടെ ഇലക്ട്രോൺസ് അതിന്റെ ഓർബിറ്റിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഒരു സർക്കുലർ പാത്തിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദ മൂവ്മെന്റ് ഓഫ് ദ ഇലക്ട്രോൺ in circular orbit around the nucleus in anti-clockwise direction is equivalent to the flow of current in the orbit in clockwise direction.
അപ്പോൾ ഇലക്ട്രോൺ ഒരു ചാർജ് പാർട്ടിക്കിൾ ആണ്. ആ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റിനും ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ആ ഓർബിറ്റലില് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുന്നു പറയാം. കാരണം കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ചാർജിന്റെ ഫ്ലോ ആണ് കറണ്ട്. ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ആണ്. കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മൾ എപ്പോഴും പറയുന്നത് പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ആണ് കറണ്ടിന്റെ ഡയറക്ഷൻ. അതായത് ഇവിടെ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ആണ്, അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം അതിന്റെ ഓപ്പോസിറ്റ്, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. കോൺസെപ്റ്റ് കിട്ടിയില്ലേ? ദ മൂവ്മെന്റ് ഓഫ് ദ ഇലക്ട്രോൺ ഇൻ സർക്കുലർ ഓർബിറ്റ് around the nucleus in anti-clockwise is equivalent to the flow of current in the orbit in clockwise direction. Clockwise direction ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന്റെ എഫക്റ്റ് ആണ് ആന്റി ക്ലോക്ക് വൈസിൽ ഒരു ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? Thus the orbit of electron is considered as a tiny current loop. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ഓർബിറ്റ് നമുക്കൊരു സർക്കുലർ കറണ്ട് ലൂപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ആ സർക്കുലർ കറണ്ട് ലൂപ്പിന്റെ തിയറിയാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത്. കൺസിഡർ ആൻ ഇലക്ട്രോൺ ഓഫ് ചാർജ് E revolving around a nucleus of charge plus Zd as shown in the figure. അപ്പോൾ ന്യൂക്ലിയസിന്റെ ചാർജ് പ്ലസ് Zd ആണ്. അതിലെ ഒരു ഓർബിറ്റ് മാത്രമാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദ യൂണിഫോം സർക്കുലർ മോഷൻ ഓഫ് ദ ഇലക്ട്രോൺ കോൺസ്റ്റിറ്റ്യൂട്ട്സ് കറന്റ് I. അപ്പോൾ ഈ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ഒരു കറന്റ് ഫ്ലോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആ കറന്റിന്റെ വാല്യൂ ആണ് I ആംപിയർ. ഇഫ് T is the period of revolution of the electron. If T is the period of revolution of the electron, then we can write current in equation എഴുതാം. Current in equation current I is equal to Q by T. ആ ഇക്വേഷൻ അറിയാമല്ലോ. current I is equal to Q by T. ഇവിടെ ചാർജ് എന്ന് പറയുന്ന ഇലക്ട്രോണിന്റെ ചാർജ് ആണ് E ആണ്. ടൈം പീരിയഡ് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായ ടൈം, അതാണ് ടൈം പീരിയഡ് T. അപ്പോൾ സ്മോൾ ടിക്ക് വരെ ഞാൻ ക്യാപിറ്റൽ T കൊടുത്തു. ഇനി ക്യാപിറ്റൽ ടിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ടൈം പീരിയഡ് ആണ്, ഒരു പ്രാവശ്യം കറങ്ങാൻ ആവശ്യമായ സമയം. അതെങ്ങനെ കണ്ടുപിടിക്കാം? വെലോസിറ്റിയുടെ ടേമിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ സ്പീഡിന്റെ ടേമിൽ കണ്ടുപിടിക്കാം, ഓർബിറ്റൽ സ്പീഡിന്റെ ടേമിൽ കണ്ടുപിടിക്കാം. സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ ഒരു പ്രാവശ്യം കറങ്ങാൻ ആവശ്യമായ കറങ്ങുമ്പോഴുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഇതിന്റെ സർക്കംഫറൻസ് ആണ്. ഇതിന്റെ റേഡിയസ് സ്മോളർ ആണ്. അങ്ങനെയാണെങ്കിൽ സർക്കംഫറൻസ് എങ്ങനെ എഴുതാം? 2πr ആയിട്ട് എഴുതാം, ഡിവൈഡഡ് ബൈ ടി. ടൈം പീരിയഡ് ആണ് ടി. ഓക്കെ, അപ്പോൾ സ്പീഡ് v എന്ന് പറയുന്നത് 2πr ഡിവൈഡ് ബൈ ടി. അങ്ങനെയാണെങ്കിൽ ടിയുടെ ഇക്വേഷൻ എഴുതാം. t is equal to 2πr ഡിവൈഡ് ബൈ v എന്ന് എഴുതാം. ഈ ടിയുടെ വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. I is equal to E ഡിവൈഡ് ബൈ 2πr ഡിവൈഡ് ബൈ v എന്ന് എഴുതാം. v യെ നമുക്ക് ന്യൂമറേറ്ററിൽ കൊണ്ടുവരാം. അപ്പോൾ ev ഡിവൈഡ് ബൈ 2πr എന്ന് എഴുതാം. ev ഡിവൈഡ് ബൈ 2πr. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ദ മാഗ്നറ്റിക് മൊമെന്റ് അസോസിയേറ്റഡ് വിത്ത് ഓർബിറ്റിംഗ് ഇലക്ട്രോൺ. magnetic moment associated with orbiting electron, that is orbital magnetic moment. നമ്മൾ നേരത്തെ പഠിച്ചത് മാഗ്നറ്റിക് മൊമെന്റ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് m എന്ന് പറഞ്ഞാണ് പഠിച്ചത്. ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ആണ്, കറങ്ങുന്ന ഇലക്ട്രോൺ ആയതുകൊണ്ട് അവിടെ അതിന്റെ ഓർബിറ്റിലുള്ള മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയാണ്. ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ്.
ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ മ്യൂ എൽ എന്ന ലെറ്റർ കൊണ്ടാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തത്. മ്യൂ എൽ, ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ്, ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ മ്യൂ എൽ. അപ്പോൾ മ്യൂ എല്ലിന്റെ ഇക്വേഷൻ സെയിം തന്നെയാണ്, ഐ ഇൻറ്റു എ തന്നെയാണ്. അപ്പോൾ മ്യൂ എൽ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു. അപ്പോൾ മ്യൂ എൽ എന്താണെന്ന് തെറ്റിപ്പോകരുത്, ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റിനെയാണ് നമ്മൾ മ്യൂ എൽ എന്ന് പറയുന്നത്. ഐയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇ വി ഡിവൈഡ് ബൈ 2πr, സർക്കുലർ പാത്ത് ആണ്, അപ്പോൾ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആയിട്ട് എടുക്കാം, πr². അപ്പോൾ ഇൻറ്റു πr². എന്തൊക്കെ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവും? ഈ ആറും ഈ ക്യാൻസൽ ഔട്ട് ചെയ്ത്, പൈയും ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയി. പിന്നുള്ളത് ഇ വി ആർ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഇ വി ആർ ഡിവൈഡ് ബൈ 2. നമുക്ക് അതിന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മാസ് ഓഫ് ദി ഇലക്ട്രോൺ ആയ എം ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അതിനെ ഈ ഇക്വേഷനെ നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഇ ഇൻറ്റു എം ഇ വി ആർ ഡിവൈഡ് ബൈ 2me എന്ന് എഴുതാം. ഇനി എം വി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എം വി ആർ എന്ന് പറയുന്നത് ആംഗുലർ മൊമെന്റം ആണ്. ആംഗുലർ മൊമെന്റം. ലിനിയർ മൊമെന്റം നമുക്കറിയാം, ലിനിയർ മൊമെന്റം സ്മോൾ പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി ആണ്. ആംഗുലർ മൊമെന്റം എൽ എന്ന് പറയുന്നത് എം വി ആർ ആണ്, എം വി ആർ. അപ്പോൾ എം വി ആർ എന്ന് പറയുന്നത് ആംഗുലർ മൊമെന്റം എൽ ആണ്. അതിന് പകരം നമുക്ക് എൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ മ്യൂ എല്ലിന്റെ ഇക്വേഷൻ കിട്ടി, ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് മ്യൂ എൽ ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡ് ബൈ 2me ഇൻറ്റു എൽ എന്ന് എഴുതാം. അതിന്റെ വെക്ടർ ഫോമിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, വെക്ടർ മ്യൂ എൽ ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഡിവൈഡ് ബൈ 2me ഇൻറ്റു വെക്ടർ എൽ. എന്താണ് ഇവിടെ മൈനസ് സൈൻ? വെക്ടർ ഫോമിൽ എഴുതിയപ്പോൾ ഒരു മൈനസ് സൈൻ വന്നു, അതെന്താണെന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് the angular momentum of the electron is opposite to the direction of orbital magnetic moment of the electron. The angular momentum L, vector L, is opposite to the direction of orbital magnetic moment of electron. അപ്പോൾ ഈ എല്ലാ മൊമെന്റും കൂടെ നിങ്ങൾക്ക് തെറ്റിപ്പോകരുതും. ഒന്ന് ആംഗുലർ മൊമെന്റം സ്മോൾ എൽ, മ്യൂ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റം. ഓക്കെ, ഇനി നമ്മൾ ക്വാണ്ടം തിയറി അപ്ലൈ ചെയ്യാണ്. അത് നമ്മൾ ഈ നിങ്ങളുടെ ലാസ്റ്റ് ചാപ്റ്ററുകളിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ തൽക്കാലം ആ ഇക്വേഷൻ അവിടെ നിങ്ങളുടെ എഴുതുന്നത് മാത്രമേ ഉള്ളൂ. അക്കോർഡിംഗ് ടു ക്വാണ്ടം തിയറി, ബോർ ഹാസ് പ്രപ്പോസ്ഡ് ദാറ്റ് ആംഗുലർ മൊമെന്റം ഓഫ് ദി ഇലക്ട്രോൺ ക്യാൻ ടേക്ക് ഓൺലി ഡിസ്ക്രീറ്റ് വാല്യൂസ്. സ്മോൾ എൽ എന്ന് പറയുന്ന ആംഗുലർ മൊമെന്റത്തിന് എല്ലാ വാല്യൂസും എടുക്കാനൊക്കത്തില്ല, ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രമേ എടുക്കാനൊക്കത്തുള്ളതാണ് ബോർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതായത് ഇക്വേഷൻ ഇങ്ങനെയാണ്, എൽ ഈസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2π. എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, ദാറ്റ് ഈസ് 1 2 3 എന്ന് നമുക്ക് വാല്യൂ കൊടുക്കാം. എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, അതിന്റെ വാല്യൂ 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് കാണാൻ പഠിക്കുക. ആംഗുലർ മൊമെന്റം എപ്പോഴും ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രമേ പറ്റത്തുള്ളൂ, അതായത് എസ് ബൈ 2π ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രമേ പറ്റത്തുള്ളൂ എന്നാണ് ക്വാണ്ടം തിയറിയുടെ ബേസിസിൽ ബോർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മ്യൂ എല്ലിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? മ്യൂ എല്ലിന്റെ ഇക്വേഷൻ നേരത്തെ എഴുതിയ മ്യൂ എല്ലിന്റെ ഇക്വേഷനിൽ ഇ ബൈ 2me ഇൻറ്റു ഇപ്പോൾ എഴുതിയ എല്ലിന് പകരം NH ബൈ 2π എന്ന് കൊടുക്കാം. ഇക്വേഷൻ 2 ഇൻറ്റു 2 4 എന്ന് കൊടുക്കാം. അപ്പോൾ ഇ ഡിവൈഡഡ് ബൈ 4πme ഇൻറ്റു NH എന്ന് എഴുതാം. അപ്പോൾ മ്യൂ എല്ലിന്റെ ഇക്വേഷനായി mu L is equal to, mu L എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് is equal to E divided by 4πme into N into H എന്ന് എഴുതാം. ഓക്കെ, ഇക്വേഷൻ എഴുതുക. ബോർ മാഗ്നറ്റോൺ. എന്താണ് ബോർ മാഗ്നറ്റോൺ? ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷനിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്നിന്റെ വാല്യൂ ഏറ്റവും ചെറുത് കൊടുക്കുക. എന്നിന്റെ വാല്യൂ 1 ആണ് ഏറ്റവും ലോവസ്റ്റ്. അപ്പം എന്നിന്റെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് മ്യൂ എൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ കിട്ടി. അപ്പം മ്യൂ എൽ മിനിമം എന്ന് എഴുതാം. മ്യൂ എൽ മിനിമം ഈസ് ഈക്വൽ ടു ES ഡിവൈഡ് ബൈ 4πme. ഇതിനെയാണ് നമ്മൾ ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ കോൺസ്റ്റന്റ് ആണ്, എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, 4π കോൺസ്റ്റന്റ് ആണ്, me മാസ് ഓഫ് ദി ഇലക്ട്രോൺ കോൺസ്റ്റന്റ്സ് ആണ്. അതിനെല്ലാം വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടി 9.27 × 10⁻⁻24 ആംപിയർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇതിനെയാണ് നമ്മൾ ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്നത്.
അപ്പോൾ ബോർ മാഗ്നറ്റോണിന്റെ ഇക്വേഷൻ ആണ് ES ഡിവൈഡ് ബൈ 4πme. അപ്പോൾ ലോവസ്റ്റ് വാല്യൂ ഓഫ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റിനെയാണ് നമ്മൾ ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ടേം കൂടെ അറിയണം, ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ. എന്താണ് ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ? ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്താണെന്ന് പറയാം. നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ ഒന്നുകൂടി എഴുതുകയാണ്. ദ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ഇലക്ട്രോൺ ഈസ് റിലേറ്റഡ് ടു ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം. ഓർബിറ്റൽ ആംഗുലർ മൊമെന്റവും ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റവും നമ്മുടെ റിലേഷൻ നമ്മൾ നേരത്തെ എഴുതിയത് ഇതായിരുന്നു, μL ഈക്വൽ ടു E ഡിവൈഡ് ബൈ 2me ഇൻറ്റു L. ഈ എല്ലിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, ഒരു റേഷ്യോ കിട്ടി, μL ഡിവൈഡ് ബൈ L ഈസ് ഈക്വൽ ടു E ഡിവൈഡ് ബൈ 2me. അപ്പോൾ ഈ റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്ന് പറയുന്നത്. ദ റേഷ്യോ ഓഫ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് ടു ഓർബിറ്റൽ ആംഗുലർ മൊമെന്റ്. The ratio of orbital magnetic moment to orbital angular moment is a constant, and this constant is called gyromagnetic ratio. Constant alle nokkiye, charge of the electron E, me, mass of the electron, constant ആണ്. അപ്പോൾ ഈ റേഷ്യോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അതിനെയാണ് ഗൈറോമാഗ്നറ്റിക് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 8.8 into 10⁻10 coulomb per kilogram ഫോർ ആൻ ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ കേസ്, ഇലക്ട്രോണിന്റെ ചാർജ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഗൈറോമാഗ്നറ്റിക് റേഷ്യോ. അപ്പോൾ ഇവിടെ μL എന്ന് പറയുന്നത് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് ആണ്. വെറും L, സ്മോൾ l എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മളുടെ റേഷ്യോ ആണ് ഇവിടെ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് അത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ബൈ.